ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും സുന്ദരകാന്ഡം കേൾക്കുകയാണ്. വീരഹനുമാൻ്റെ യാത്രയ്ക്ക് ഇടയിൽ മറ്റൊരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. അത് ഇപ്രകാരമാണ്. വായുപുത്രൻ ദക്ഷിണദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സാഗരം വിചാരിച്ചു, ഈ സാഗരം കുഴിച്ചത് ശ്രീരാമചന്ദ്രൻ്റെ പൂർവികരാണ്, അതുകൊണ്ട് രാമന് ഹിതകരമായി എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെ വിചാരിച്ചിട്ട് സാഗരം മൈനാക പർവ്വതത്തെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മൈനാകമേ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഹിമാലയ നന്ദനയായ അവിടുത്തെ ഞാൻ എത്ര കാലമായി സംരക്ഷിക്കുന്നു. ഇന്ദ്രനെ ഭയന്ന് എന്നെ ശരണം പ്രാപിച്ചപ്പോൾ മുതൽ ഞാൻ നിന്നെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയാണല്ലോ. ഹനുമാൻ നിന്റെ മേൽ വന്ന് ഒന്ന് വിശ്രമിക്കട്ടെ. അങ്ങനെ രാമനൊരു സഹായം ചെയ്യാൻ സന്ദർഭവും കിട്ടും. ഒരു തവണ ജലോപരി ഒന്ന് ഉയർന്നു നിൽക്കുക. മുകളിലേക്കും താഴേക്കും 4 വശങ്ങളിലേക്കും മാറാനുള്ള നിന്റെ സാമർഥ്യം പ്രശസ്തമാണ്. എന്നോട് പലവട്ടം നീ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ശക്തി ഉപയോഗിച്ച് ജലോപരി ഉയരുക. മാരുതി നിന്റെ കൊടുമുടിയിലിരുന്ന് വിശ്രമിക്കട്ടെ. ഇത് കേട്ട് ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് മൈനാകം ജലോപരിതലത്തിൽ ഉയർന്നു നിന്നു. പ്രഭാത സൂര്യൻ സമുദ്രത്തിനുമേൽ നിൽക്കുന്നത് പോലെ സുവർണ ശിഖരം പോലെ ജലോപരി കാണപ്പെട്ടു. അതുകൊണ്ട് മാരുതി വിചാരിച്ചു, ഇതാരായിരിക്കാം ഇപ്രകാരം വഴിയിൽ തടസ്സമായി വന്ന് നിൽക്കുന്നത്. ആ ഗിരി മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, വായുപുത്ര ഹനുമാൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. സമുദ്രം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നത്. ശ്രീരാമൻ്റെ പൂർവികനായ സാഗരനാണ് ഈ സമുദ്രം കുഴിച്ചത്. അതുകൊണ്ട് രാമദൂതനായ അങ്ങയെ സൽക്കരിക്കുന്നതിന് സമുദ്രം പ്രീതിയോടുകൂടി എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ കൊടുമുടിയിലിരുന്ന് വിശ്രമിച്ച ശേഷം ദിവ്യമായ ഫലങ്ങളും കിഴങ്ങുകളും ഭക്ഷിച്ച് സംതൃപ്തിയോടെ രാവണപുരിയിലേക്ക് പോയാലും ഒരു സംശയം തോന്നരുത്. ഞാൻ പൂജിക്കാൻ വന്ന ബന്ധുവാണ്. എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം. ഹനുമാൻ ആകാശത്തു നിന്നും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മധുരവാക്കുകളാൽ ചോദിച്ചു, ഗിരിവര, താങ്കൾ എന്തിനാണ് സമുദ്രത്തിൽ വന്ന് കിടക്കുന്നത്? ഏതു വഴിയാണ് എൻ്റെ ബന്ധുവായി തീർന്നത്? വിശദമായി പറഞ്ഞാലും. മൈനാകത്തിന് സന്തോഷമായി. ഹനുമാനോട് പ്രീതിപൂർവം പറഞ്ഞു, മുമ്പ് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. അവർക്ക് ഉയർന്നു പറക്കാമായിരുന്നു. ദുർബുദ്ധിയോടെ പറന്നു ചെന്ന് ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും മുകളിൽ ചെന്ന് വീണ് അവയെ തകർക്കുവാൻ തുടങ്ങി. അതുകണ്ട് ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് ചിറകുകൾ അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങി. ഞാൻ പേടിച്ചോടി. ഇന്ദ്രൻ പുറകെ ഉണ്ട്. അടുത്തു വന്നു. എനിക്ക് ഭയം വർദ്ധിച്ചു. വായു ഭഗവാന് കൃപ തോന്നി ആഞ്ഞുവീശി എന്നെ പറപ്പിച്ചു ഈ കടലിൽ കൊണ്ടുവന്നിട്ടു. വായുവിൻ്റെ കൃപ കൊണ്ട് സമുദ്രം അഭയം നൽകിയതുകൊണ്ടും ഇന്ദ്രൻ എൻ്റെ ചിറകുകൾ അരിഞ്ഞില്ല. ഇപ്പോഴും എൻ്റെ വാസം കടലിലാണ്. ഹിമാലയപുത്രനായ മൈനാകമാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് എൻ്റെ മിത്രമാണ്. അതുപോലെ തന്നെ സമുദ്രത്തോടും എനിക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് അങ്ങ് എൻ്റെ ശൃംഗത്തിൽ അല്പനേരം വിശ്രമിച്ചാലും. മൈനാകത്തിൻ്റെ ഈ വിധമുള്ള വാക്ക് കേട്ട് ഹനുമാൻ പറഞ്ഞു, താങ്കളെ കണ്ടതുകൊണ്ട് ഇന്നത്തെ ദിവസം സഫലമായി. മധുരവാക്യങ്ങൾ കൊണ്ട് മനസ്സു നിറഞ്ഞു. വിശപ്പും ദാഹവും ക്ഷീണവും തീർന്നു. ആതിഥ്യം കൊണ്ട് മനസ്സ് തൃപ്തിയായി. താങ്കളുടെ കൊടുമുടിയിൽ ഞാൻ വിശ്രമിക്കേണ്ടതാണ്. എന്നാൽ ലങ്കയിലേക്ക് പോകാൻ വളരെ തിടുക്കമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കാൻ നിവൃത്തിയില്ല. മറ്റൊരവസരത്തിൽ വന്നുകൊള്ളാമെന്ന് മിത്രത്തിനോട് പ്രതിജ്ഞ ചെയ്തു. ഒരു തടസ്സവുമില്ലാതെ ഞാൻ 100 യോജന താണ്ടി മറുകരെ എത്തട്ടെ. അതിനു മുമ്പ് വിശ്രമിക്കുന്നത് യോഗ്യമല്ല. അതിനാൽ വിരൽ കൊണ്ട് ഒന്ന് തൊടുക മാത്രം ചെയ്യട്ടെ. ദോഷം ക്ഷമിച്ച് എന്നെ പോകാൻ അനുവദിക്കണം. ഇത്രയും കേട്ടപ്പോൾ മൈനാക പർവ്വതം ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാനെ പ്രശംസിച്ചു. യാത്രയ്ക്ക് അനുവാദവും നൽകി. വീരഹനുമാൻ വിരൽ കൊണ്ട് പർവ്വതത്തെ സ്പർശിച്ചു. സൽക്കാരം സ്വീകരിച്ചു. മാരുതി ആകാശത്തിൽ പ്രയാണം തുടർന്നു. മാരുതിക്ക് സമർപ്പിച്ച ആതിഥ്യം കണ്ട് സന്തോഷിച്ച ഇന്ദ്രൻ മൈനാകത്തോട് പറഞ്ഞു, മൈനാകമേ, നീ ആതിഥ്യകർമ്മം കൊണ്ട് ത്രിലോകങ്ങളെയും സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ അഭയം തന്നിരിക്കുന്നു. സുഖമായി നിർഭയം ജീവിച്ചുകൊള്ളുക. ഹരേ കൃഷ്ണ. ഇതിൽ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ കണ്ടല്ലോ,
ശ്രീരാമചന്ദ്രൻ്റെ ഭക്തനാണ് വീരഹനുമാൻ. ആ വീരഹനുമാനെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും പരസ്പരം മത്സരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് വാൽമീകി പറഞ്ഞു തരുന്നത് എന്താണ്? ഭഗവാന്റെ ഭക്തരെ നമ്മൾ സഹായിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഇതുതന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഭക്തരുടെ 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 ഭക്തരെ. അങ്ങനെ 7 തവണയാണ് ഭഗവാൻ പറഞ്ഞത്. അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പം വലിയ മഹാക്ഷേത്രങ്ങളിൽ ആളുകൾ സേവ ചെയ്യുന്നു. 1 രൂപ പോലും മേടിക്കാതെ അവർ സേവ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, വർഷങ്ങളാണ് സേവ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ ഗുരുവായൂരമ്പലത്തിൽ മറ്റു മഹാക്ഷേത്രങ്ങളൊക്കെ ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. അവിടെ അവർ ആരോടും തൻ്റെ പേരെന്താണെന്നോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്തിട്ട് പ്രദർശിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിന്ന് ചിലപ്പോൾ ഒരാൾക്കൊരു വെള്ളം കൊടുക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ക്യൂ ശരിയാക്കി വിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആഹാരം നിങ്ങളൊക്കെ ആഹാരം കഴിച്ചിട്ട് ആ പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകുന്നതായിരിക്കാം. ഇതൊക്കെ വളരെ ശ്രേയസ്കരമാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ പ്രീതിയാണ് അവിടെ നേടുന്നത്. അതുകൊണ്ട് നമ്മുടെ മുഖം പ്രദർശിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി 10 പേരോട് പറയുന്നതിലോ അല്ല കാര്യം. ശരിക്കുള്ള ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തരെ നമ്മൾ സേവിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത് ഇടിച്ചു കയറി ആദ്യം പോയി ഭഗവാനെ കണ്ട് തൊഴുന്നതിലല്ല കാര്യം. നമ്മുടെ കൂടെ വയ്യാത്ത ഒരാളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ കൊച്ചുകുട്ടികളുണ്ടെങ്കിലോ അവരെ കൂടെ ഒന്ന് ഭഗവാന്റെ തിരുമുഖം കാണിച്ച് തൊഴാൻ സൗകര്യമൊരുക്കി കൊടുക്കുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ നോക്കും, ആരാണ് ആ ചെയ്യുന്നത്, ആരാണ് ആ സഹായം എൻ്റെ ഒരു ഭക്തന് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് നോക്കും. നമ്മൾ പലപ്പോഴും ഭഗവാനെ കണ്ടെന്നിരിക്കും മുമ്പിൽ പോയി നിന്ന്, പക്ഷേ ഭഗവാൻ അപ്പം വേറെ എവിടോട്ടെങ്കിലും ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രാമായണവും ഭാഗവതവും ഒക്കെ പഠിക്കുന്നത്. അതിൽ നിന്നും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ഇങ്ങനെയായിരിക്കാം ഭഗവാൻ നമ്മളോട് പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ഹരേ കൃഷ്ണ. അങ്ങനെ മൈനാകത്തിൻ്റെ ആതിഥ്യമൊക്കെ സ്വീകരിച്ചതിന് ശേഷം വീരഹനുമാൻ വീണ്ടും ലങ്കയിലേക്ക് യാത്രയായി. ഇത് കേട്ടപ്പോൾ മൈനാകത്തിന് സന്തോഷമായി. പവനനന്ദനൻ ദക്ഷിണ ദിക്കിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ വീരഹനുമാൻ ലങ്കയിൽ കടന്നു. വെള്ളിയും രത്നവും കനകവും സ്ഫടികവും കൊണ്ട് നിർമ്മിച്ച രമ്യസ്ഥലങ്ങൾ അത് കണ്ടപ്പോൾ ഹനുമാന് അത്ഭുതം തോന്നി. അത്ഭുത സൃഷ്ടിയായി ഒരു ഭീകര രൂപത്തെ അവിടെ കണ്ടു. ഇടത്തെ കയ്യിൽ മണിയും വലത്തെ കയ്യിൽ വാളും, 2 സൂര്യന്മാരെ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ, ബ്രഹ്മം പോലെ അഗ്നി പോലെ ഭയപ്പെടുത്തുന്ന തേജസ്, ഇളകുന്ന നാവ്, പുറകിൽ വിരിച്ചിട്ടതുപോലെ കിടക്കുന്ന ജട, കറുത്ത നിറം, തലയോട്ടി കൊരുത്ത മാല, പുലിത്തോൽ വസ്ത്രം, കാതിൽ ചന്ദ്രക്കല പോലെയുള്ള കുണ്ഡലങ്ങൾ. ഹനുമാൻ കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ശാസ്ത്രത്തിൽ ഞാൻ ശിവപ്രിയയായ ദേവിയെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണമ്മേ ഇവിടെ കണ്ടിട്ടെനിക്ക് ഭയമാകുന്നു. എങ്ങനെയാണ് ലങ്കാപുരിക്കുള്ളിൽ വന്നുപെട്ടത്? മഹാദേവൻ്റെ പ്രണയിനിയായ ഞാൻ ശങ്കരൻ്റെ ആജ്ഞയനുസരിച്ച് തന്നെയാണ് ഇവിടെ വന്നത്. ബ്രഹ്മാവ് ലങ്കാപുരി സൃഷ്ടിച്ചതു മുതൽ ഞാനാണ് ലങ്കാപുരിയെ സംരക്ഷിക്കുന്നത്. ശിവചരണങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, പ്രഭോ, ഞാൻ രാവണഭവനത്തിൽ എത്ര കാലം ജീവിക്കണം? ശങ്കരൻ അപ്പോൾ പറഞ്ഞു, രാമ അവതാരം വരെ. രാമൻ ദശരഥപുത്രനായി പിറന്നു. പിതൃസത്യം പാലിക്കാനായി വനവാസം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി സീതയെ രാവണൻ അപഹരിക്കും. സീതയുടെ അന്വേഷണത്തിനായി വാനരൻ്റെ ആകൃതിയുള്ള ഹനുമാൻ എന്ന് പേരുള്ള ഒരു ഭൃത്യനെ രാമൻ പറഞ്ഞയക്കും. ആ ഹനുമാനെ കാണുമ്പോൾ നിനക്ക് ലങ്ക വെടിഞ്ഞ് സ്വസ്ഥാനത്തേക്ക് മടങ്ങാം. അങ്ങനെ ഞാൻ ലങ്കയിൽ വസിക്കുന്നു. ഹനുമാനെ കാണാതെ എനിക്ക് തിരികെ പോകാൻ കഴിയുകയില്ല. നീ ആരുടെ ഭൃത്യനാണ്? എവിടെയാണ് ഭവനം? അലംഘ്യമായ കടൽ എങ്ങനെയാണ് നീ തരണം ചെയ്തത്? ഹനുമാൻ പറഞ്ഞു, ഞാൻ രാമഭൃത്യൻ, സുഗ്രീവൻ്റെ മിത്രം, പവനൻ്റെ പുത്രൻ, സീതാന്വേഷണത്തിന് എത്തിച്ചേർന്ന രാമദൂതനായതുകൊണ്ട് തന്നെ ഞാൻ ഈ സമുദ്രം തരണം ചെയ്തു. ചാമുണ്ട പുഞ്ചിരിച്ചു. ഹനുമാനെ കണ്ടുകൊണ്ട് കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി.
ഹനുമാൻ പിന്നീട് വനങ്ങൾ തോറും തെരഞ്ഞു. നാളീകേര വനം കണ്ടു. കുയിലിൻ്റെ നാദവും വണ്ടുകളുടെ ഝങ്കാരവും പലതരം പക്ഷികളുടെ കളകളാരവവും കേട്ടു. വിസ്തൃതമായ തടാകത്തിൽ താമരയും കരിങ്കൂവളവും കണ്ടു. ലങ്കാപുരിയുടെ 4 വശത്തും കടലാണ്. ദേവന്മാർക്ക് ലങ്കാപുരിയിൽ പ്രവേശനമില്ല. അകത്തെ സ്വർണക്കോട്ടയും പുറത്തെ ഇരുമ്പുകോട്ടയും ആകാശം മുട്ടുന്നു. ഇപ്രകാരമുള്ള ലങ്ക കണ്ടുകൊണ്ട് വീരഹനുമാൻ മനസ്സിൽ പലതും ചിന്തിച്ചു. ലങ്കാപുരിയിൽ വന്ന് രാവണന്റെ ദുർജയമായ പ്രതാപത്തിനെതിരെ വാനരസേനയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇവിടെ വന്നു ചേരാൻ തന്നെ ആർക്കാണ് കരുത്തുള്ളത്? ഏറിയാൽ 4 പേർ ഇവിടെ വരും. സുഗ്രീവൻ, നീലൻ, അങ്കദൻ, പിന്നെ ഞാനും. ഏതായാലും ദേവിയെ കാണുക തന്നെ. അതിനാണല്ലോ വന്നത്. പിന്നെ പറ്റുന്ന കാര്യം അപ്പോൾ നോക്കാം. ദുർജയന്മാരായ ശത്രുക്കളെ എങ്ങനെ കബളിപ്പിക്കും? രാജാ ദശകണ്ഠനെ എങ്ങനെ തിരിച്ചറിയും? സ്വർണമയ്യായ ലങ്കാപുരിയിൽ എങ്ങനെ സഞ്ചരിക്കും? രാമപത്നി സീതയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? സീതാദേവി എവിടെയായിരിക്കും? ചിരിയും കളിയും തമാശയും ഒക്കെ ഉള്ള ഇടത്തായിരിക്കില്ല എന്തായാലും ദേവി. എല്ലായ്പ്പോഴും കണ്ണുനീർ പൊഴിച്ചുകൊണ്ടും മലിന വസ്ത്രധാരിയായും ഇരിക്കുന്ന ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമായിരിക്കാം. സീതയെ കാണാൻ ശ്രമിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകട്ടെ, ഏറിയാൽ മരണം തന്നെ സംഭവിക്കാം. എന്തും തന്നെ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കോട്ടയ്ക്കുള്ളിൽ കടന്നു. ചന്ദ്രൻ പ്രകാശം ചൊരിയുന്നുണ്ട്. ആ പ്രകാശത്തിൽ ലങ്കാനഗരം ശരിക്കു കണ്ടു. എങ്ങും മുത്തു പതിപ്പിച്ചിരിക്കുന്നു. നഗരമാകെ സ്വർണമയം. ഓരോ കൊട്ടാരത്തിലും പ്രത്യേകം പതാകകൾ പറക്കുന്നു. രാജഭവനം അതിമനോഹരം. വീരഹനുമാൻ പല പല രൂപങ്ങൾ ധരിച്ച് ഭവനങ്ങളിൽ കയറി ഇറങ്ങി. അതിവിശിഷ്ടമായ വിഭീഷണ ഭവനം, കുംഭകർണന്റെ മന്ദിരം, അങ്ങനെ ധാരാളം മന്ദിരങ്ങൾ. ഒരു വസതിയിലും ദേവിയെ കണ്ടില്ല. സീതയുള്ളതിൻ്റെ ഒരു സൂചനയും കിട്ടിയതുമില്ല. ഒടുവിൽ രാജാവിൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ചു. ഓരോ വാതിൽക്കലും ചെന്നു അകത്തേക്ക് കടക്കുന്നു നോക്കി. വിവിധതരം ആയുധങ്ങൾ അണിഞ്ഞ കാവൽക്കാരെ കണ്ടു. പുഷ്പക വിമാനം കണ്ടു. അതിൽ ചാടിക്കേറി. സാരഥിയായ പവനൻ അതിലുണ്ടായിരുന്നു. അച്ഛനും മകനും ഒത്തുചേർന്നു. അച്ഛൻ സ്വസ്ഥാനത്തേക്ക് മടങ്ങി. ഹനുമാൻ രാവണന്റെ ശയനമുറിയിലെത്തി. രത്നം പതിച്ച കട്ടിലിൽ രാവണൻ കിടക്കുന്നു. 10 കിരീടങ്ങൾ ആ മുറിയെ പ്രകാശമാനമാക്കുന്നു. രാജദേഹത്തിൽ നിറയെ പലതരം ആഭരണങ്ങൾ. തലമുടി മേഘം പോലെ ചിതറിക്കിടക്കുന്നു. കസ്തൂരി, കുങ്കുമം മുതലായവ കൊണ്ട് സുഗന്ധപൂർണമായ ശരീരം. രാക്ഷസ രാജാവ് ശൃംഗാരക്ഷീണത്താൽ മയങ്ങുകയാണ്. 4 വശത്തും ദേവകന്യകൾ. നടുക്ക് രാവണൻ. രാവണന്റെ അടുത്ത് മയന്റെ പുത്രിയായ മണ്ഡോദരി ഉണ്ടായിരുന്നു. വീരഹനുമാൻ ആ അന്തഃപുരത്തിൽ മുഴുവൻ സീതാദേവിയെ തിരഞ്ഞു. എങ്ങും കണ്ടില്ല. അദ്ദേഹം വിചാരിച്ചു, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ലങ്കാനഗരിയിൽ വന്നത്. ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി. ഞാൻ ഈ ലങ്കയിൽ നിന്ന് പോകുന്നില്ല. ദേവിയെ കാണാതെ എങ്ങും പോകുന്നില്ല. ഇവിടെ തന്നെ ജീവൻ വെടിയും. കരഞ്ഞുകൊണ്ട് ഹനുമാൻ നിശ്വസിച്ചുകൊണ്ടേയിരുന്നു. 70 യോജന അകലെയാണ് ലങ്കയുടെ കോട്ട. 4 ദിക്കിലും സ്വർണരത്ന സ്ഫടിക നിർമ്മിതികൾ മാത്രം. ആ കോട്ടയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഹനുമാൻ വിചാരിച്ചു, എവിടെ ചെന്നാലാണ് ദേവിയെ കാണുക? രാമൻ വിട തന്നയച്ചിട്ട് 1 മാസം കഴിഞ്ഞു. തിരികെ ചെന്ന് അദ്ദേഹത്തോട് എന്തു പറയും? ഹനുമാൻ ഒരു പാഴ്വസ്തുവാണ്. ഹനുമാന്റെ ജീവിതം വ്യർത്ഥമാണ്. എന്തു പറഞ്ഞാണ് ശ്രീരാമന്റെ മനസ്സിന് ധൈര്യം കൊടുക്കുന്നത്? ഈ വിധമൊക്കെ ചിന്തിച്ച് ഹനുമാൻ ആകെ വിഷമിച്ചു. എവിടെ ചെന്നാൽ സീതാമാതാവിനെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ കരഞ്ഞുപോയി. അങ്ങനെ ഇരിക്കെ അശോകവനികയിലേക്ക് കടന്നു. നാനാവർണ്ണ പുഷ്പങ്ങളാൽ സങ്കുലമായ അശോകവനിക. കുയിലുകളുടെ നാദവും വണ്ടുകളുടെ ഝങ്കാരവും. അശോകവനം കണ്ട് ഹനുമാന് സന്തോഷമായി. അവിടെ സീതാമാതാവിൻ്റെ ദർശനം ഉണ്ടാകുമെന്ന് മനസ്സു പറഞ്ഞു. കണ്ണു തുടച്ച് കണ്ണുനീർ മുറിച്ച് മനസ്സുറപ്പിച്ച് അശോകവനികയിലേക്ക് കടന്നു. കോട്ടയുടെ മുകളിൽ നിന്ന് പോകുമ്പോൾ തന്നെ ശരീരം മായാബലം കൊണ്ട് തീരെ ചെറുതാക്കിയിരുന്നു. വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ശിംശിബാവൃക്ഷം കണ്ടു.
ഒറ്റച്ചാട്ടത്തിന് അതിൻ്റെ മുകളിലെത്തി. അത്ഭുതകരമായ പൊക്കം 40 യോജന. മഹാവീരൻ അതിൻ്റെ മുകളിൽ ഇരുപ്പുറപ്പിച്ചു. ആ വൃക്ഷത്തിൻ്റെ തന്നെ ചുവട്ടിൽ സീതാദേവി ഉണ്ടെന്ന് കണ്ടു. ത്രിജടാ രാക്ഷസിയും ചേടികളും. അവരുടെ നടുവിലാണ് സീത കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ചുറ്റുപാടും ഒന്നും കൂടി നോക്കി. നാനാവർണ്ണത്തിൽ ശോഭിക്കുന്ന അതിസുന്ദരി, മേഘവർണ്ണത്തിലും രക്തവർണ്ണത്തിലുമുള്ള വൃക്ഷങ്ങൾ, ദേവകന്യകളുമൊത്ത് രാവണൻ കേളിയാടുന്ന സ്വർണമയമായ നാട്യശാല. വീണ്ടും സീതയെ നോക്കി. ചുറ്റുമുള്ള ഭീകരരൂപികളെ നോക്കി. കറുത്തവർ, ചുവന്ന നിറമുള്ളവർ, വെളുത്ത മേനിയുള്ളവർ, ചിലരുടെ കയ്യിൽ ഇരുമ്പുലക്കകൾ, പനങ്കുല പോലെ അവരുടെ തലമുടി. ആ മുടി മുമ്പോട്ടിട്ടിരിക്കുന്നു. അത് വയറോളം എത്തുന്നു. മുഖത്ത് രക്തത്തിൻ്റെ അടയാളങ്ങൾ. രാവണന്റെ ശിങ്കിടികളെല്ലാം ഭയങ്കര രൂപിണികൾ. വിവിധ ആയുധങ്ങളും വാളുകളും കയ്യിലേന്തി അവർ ജാനകിയുടെ ചുറ്റുമിരിക്കുകയാണ്. ശോഭമങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിയെ കണ്ടപ്പോൾ വീരഹനുമാൻ കരഞ്ഞു. സുഗ്രീവൻ പറഞ്ഞതൊക്കെ ഓർത്തു. ഈ സീതയ്ക്ക് വേണ്ടിയാണ് വാനരന്മാർ മരണത്തെ മുന്നിൽ കാണുന്നത്. ഈ സീതയ്ക്ക് വേണ്ടിയിട്ടാണ് ശൂർപ്പണഖയുടെ കാതും മൂക്കും മുലയും മുറിഞ്ഞത്. ഈ സീതയ്ക്ക് വേണ്ടിയിട്ടാണ് 14,000 രാക്ഷസന്മാർ മരിച്ചത്. ഈ സീതയ്ക്ക് വേണ്ടിയിട്ടാണ് ജടായുവിനെ ലങ്കേശ്വരൻ പ്രഹരിച്ചത്. ഈ സീതയ്ക്ക് വേണ്ടിയിട്ടാണ് കബന്ധൻ കൊല്ലപ്പെട്ടത്. ഈ സീതയ്ക്ക് വേണ്ടിയിട്ടാണ് രാമസുഗ്രീവ സഖ്യം ഉണ്ടായത്. ഈ സീതാദേവിക്ക് വേണ്ടിയിട്ടാണ് വാനരന്മാർ ദേശാന്തരങ്ങളിൽ പോയത്. ഈ ദേവിക്ക് വേണ്ടിയിട്ടാണ് താനൊരുത്തൻ സാഗരം താണ്ടിയത്. ഈ ദേവിക്ക് വേണ്ടിയിട്ടാണ് രാത്രി മുഴുവൻ ലങ്കയിൽ അലഞ്ഞു തിരിഞ്ഞത്. ഹരേ കൃഷ്ണ. രാമന്റെ പ്രിയപത്നിയുടെ വേദന കണ്ട് ഹനുമാൻ വീണ്ടും വീണ്ടും കരഞ്ഞു. ഊഹിച്ചു, ഭാവനയിൽ കണ്ടതു നേരിൽ കണ്ടു. സീതയുടെ രൂപസൗന്ദര്യം കൊണ്ട് 10 ദിക്കുകളെയും പ്രകാശപൂർണമാക്കുന്നു. ഈ ദേവിയെക്കുറിച്ചോർത്താണ് രാമൻ അതീവ ദുഃഖിതനായി കാണപ്പെടുന്നത്. രാക്ഷസന്മാരെ വധിക്കുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ വധിക്കുന്നത്. ജാനകിയുടെ മുഖം ഇനി കാണാൻ വയ്യ. സീതാരാമന്മാരെ ഒന്നിപ്പിക്കാൻ പോവുകയാണ് ഇവിടെ ഹനുമാൻ. രാത്രിയുടെ 2ാം യാമം. രാവണൻ ഉണർന്നു. ആകാശത്തിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നു. ശീതളമായ കാറ്റു വീശുന്നു. രാത്രിയുടെ ചന്ദ്രിക നിറഞ്ഞ വെണ്മ അതിമനോഹരം. നിശ ഘോരരാത്രിയായി. കട്ടിലിൽ ഉറങ്ങുന്ന രാവണൻ മലയമാരുതൻ തട്ടി ഉണർന്നു. രാവണന്റെ മനസ്സിൽ സീതാദേവിയാണ്. മധുപാനം കൊണ്ട് കൂടുതൽ കാമാതുരനായി രാവണൻ പറഞ്ഞു, പോകാം, സീതയുടെ അന്തഃപുരത്തിലേക്ക് പോകാം, അശോകവനത്തിലേക്ക് പോകാം. മണ്ഡോദരി തുടങ്ങി എല്ലാ റാണിമാരെയും വിളിക്കൂ. കൽപ്പന കിട്ടി. റാണിമാരെല്ലാവരും വന്നു. രാവണന്റെ ചുറ്റും നിരന്നു. സൗന്ദര്യം കൊണ്ട് ലങ്കാപുരിയെ ദീപ്തമാക്കുന്ന 100 നാരിമാർ രാവണനോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ രാവണൻ അശോകവനികയിലെത്തി. രാവണൻ എന്താണ് ദേവിയെ ചെയ്യാൻ പോകുന്നത് എന്ന് കാണാൻ ഹനുമാൻ മറഞ്ഞിരുന്നു. രാവണൻ 20 കണ്ണുകൊണ്ടും 4 പാടും നോക്കി. സീതയുടെ അടുത്ത് വന്നിട്ടും ഒരിക്കലും തൃപ്തിയായില്ല. ഹനുമാൻ മരത്തിൻ്റെ മറവിൽ ഇലകളുടെ ഇടയിൽ ശരീരം ഒളിപ്പിച്ചു വെച്ചു. രാവണനോടൊപ്പം വന്ന നാരിമാരും രാവണന് അഭിമുഖമായി ഇരുന്നു. രാവണനെ കണ്ട് ദേവിയുടെ ശരീരം വിറച്ചു. മലിനവസ്ത്രം കൊണ്ട് ശരീരം ശ്രദ്ധയോടെ പൊതിഞ്ഞു. അപ്പോൾ രാവണൻ പറഞ്ഞു, സീതേ, നീ വന്നതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി. അത്യുന്നതനായ ഞാൻ നിനക്ക് വേണ്ടി തലകുനിക്കുന്നു. എൻ്റെ പട്ടമഹർഷിയായി സ്വർണസിംഹാസനത്തിലിരിക്കൂ. എന്തിനാണ് ഇപ്പോൾ വീണ്ടും രാമനെ പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? അവന് നിന്നെ സംരക്ഷിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ഇപ്പോഴും വനത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ വരൂ. ഈ വിധം പറഞ്ഞ് രാവണൻ സീതാദേവിയുടെ മനസ്സിളക്കാനായിട്ട് നോക്കുന്നു. രാവണന്റെ വാക്കുകേട്ട് സീതയുടെ മനസ്സിൽ കോപം നിറഞ്ഞു. പതുക്കെ പതുക്കെ എന്നാൽ ധീരയായി രാവണനോട് പറഞ്ഞു, ഞാൻ അധാർമികയല്ല. രാമന്റെ സുന്ദരിയാണ്. ജനക മഹാരാജാവിൻ്റെ കുമാരിയാണ്. കുലനാരിയാണ്. സിംഹത്തോടാണ് കുറുക്കൻ കലഹിക്കാൻ പോകുന്നത്. നീ വംശത്തോടെ നശിക്കും. അങ്ങനെയാണ് ഈ കലഹത്തിൻ്റെ അന്ത്യം. നിന്റെ പ്രാണന് രാമബാണത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. നീ എവിടെ ഒളിച്ചാലും ജീവൻ രക്ഷിക്കാൻ കഴിയുകയില്ല. അമൃതം നേടി ചിരഞ്ജീവിയാവുമത്രേ. നീ എന്തൊക്കെ ചെയ്താലും രാമബാണത്തിൽ നിന്നും നിനക്ക് രക്ഷയില്ല. ഇതുകേട്ട് രാവണൻ ക്രുദ്ധനായി. മണ്ഡോദരി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, പ്രഭോ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ജാനകീദേവിയെ എനിക്ക് നൽകൂ. ശ്രീരാമന് കൊണ്ടുചെന്ന് കൊടുക്കാം.
രാജാരാമൻ സാക്ഷാൽ നാരായണനാണ്. അയോധ്യ നഗരത്തിൽ വന്നു ജനിച്ചതാണെന്നറിയുക. സീത ലക്ഷ്മി ദേവി തന്നെയാണ്. അവിടെ വന്ന് സ്വയം പിറന്നതാണ്. ദശാനനൻ മണ്ഡോദരി വാക്യം കേട്ടു. സീതയുടെ രോദനം കണ്ടും തിരിച്ച് പോയി. ക്രോധത്താൽ ദാസികളെയെല്ലാം അടിക്കാനൊരുങ്ങി. സീതയുടെ കാവലിനായി ഇപ്പോഴുള്ളതിൻ്റെ 10 ഇരട്ടി ദാസിമാരെ കൂടി നിയോഗിച്ചു. രാപകൽ സീതയ്ക്ക് സദ്ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് വശത്താക്കാൻ എല്ലാവരെയും ചുമതലപ്പെടുത്തി. രാവണൻ പോയി കഴിഞ്ഞപ്പോൾ ദാസിമാർ സീതാദേവിയോട് പറഞ്ഞു, സീതയെ, നീ ഞങ്ങൾ പറയുന്നത് കേൾക്ക്. രാവണനെ പോലെ ഗുണവാനായ മറ്റൊരാളില്ല. അല്പധനവും അല്പായുസുമുള്ള ആളാണ് രാമൻ. രാവണൻ 14 ലോകങ്ങളുടെയും അധിപനാണ്. അതുകൊണ്ട് രാവണനെ സ്വീകരിക്കുക. സീതാദേവി അപ്പോൾ പറഞ്ഞു, ആയിക്കൊള്ളട്ടെ, എങ്ങനെയുള്ള ആളായാലും എനിക്ക് രാമനെ മതി. ഇത് കേട്ട് ദാസിമാർക്ക് കോപമായി. ശൂലം പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീ നിമിത്തമാണ് ഈ കഷ്ടതയൊക്കെ. ഇന്ന് നിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൊന്നു തിന്നും. എല്ലാവരും കൂടി സീതയെ വധിക്കാനൊരുങ്ങി. മറഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്ന ഹനുമാൻ വിചാരിച്ചു, രാക്ഷസികളെയെല്ലാം വധിച്ചേക്കാം. പെട്ടെന്ന് തോന്നി, വേണ്ട, സ്ത്രീകളെ വധിക്കണ്ട, രാക്ഷസ സൈന്യത്തെ തന്നെ വധിക്കാം. അപ്പോഴേക്കും നിഷ്ഠൂരയായ പ്രഭാസ എന്ന രാക്ഷസി അവിടെ വന്നു ചേർന്നു. നല്ല വാക്കിന് പറഞ്ഞു കൊടുക്കാം, അത് കേട്ടില്ലെങ്കിൽ ശൂർപ്പണഖയെ വിളിക്കാം. അവൾ നഖം കൊണ്ട് ഇവളെ പിളർക്കട്ടെ. ലക്ഷ്മണൻ അവളുടെ മൂക്കും കാതും മുലയും മുറിച്ചില്ലേ? അവളുടെ പ്രാണനെടുത്ത ആ ദേഷ്യം അവള് തീർക്കട്ടെ. അപ്പോഴേക്കും വജ്രധരി എന്ന രാക്ഷസി അവിടെ വന്നു. സീതയുടെ തലമുടി പിടിച്ചു വലിച്ചുകൊണ്ട് വെട്ടാനൊരുങ്ങി. സീത വേദനയോടെ കരഞ്ഞു. മഹാവീരനായ ഹനുമാൻ വൃക്ഷത്തിന്റെ മറവിൽ നിന്ന് ഇതെല്ലാം കണ്ടു. അതേ മരച്ചുവട്ടിലിരുന്ന് സീത പറയുന്നു, രാമ, അങ്ങ് എവിടെ? കൗസല്യാദേവി എവിടെ? നിങ്ങളുടെ വധുവിനെ രാക്ഷസന്റെ ഭൃത്യ അപമാനിക്കുന്നു. രാമൻ ലങ്കയിലെത്തിയാൽ രാക്ഷസ വംശത്തെ ഉന്മൂലനാശനം ചെയ്യും. ലങ്കാപുരിയും തുണ്ടുതുണ്ടായി പിച്ചു ചീന്തും. രാമ, ആകാശചാരിയായ എന്റെ തോരാത്ത കണ്ണുനീരിന് ശമനം കാണൂ. രാമബാണത്താൽ ഈ ലങ്ക നശിക്കട്ടെ. കാകനും കഴുകനും കുറുക്കനും നായ്ക്കളും തൃപ്തിയാവോളം രാക്ഷസ മാംസം തിന്നട്ടെ. ത്രിജട സീതയോട് പറഞ്ഞു, സീതേ, രാവണനെ സ്വീകരിച്ച് ലങ്കയുടെ രാജ്ഞിയാകൂ. സീത പറഞ്ഞു, ത്രിജട, എന്താണ് ഈ പറയുന്നത്? പ്രാണനായ രഘുവരനെ ഞാൻ എങ്ങനെ വെടിയും? പട്ടമഹർഷിയുടെ ആഭരണങ്ങളൊക്കെ എനിക്ക് എന്തിന്? എത്ര വലിയ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് രാമന്റെ പത്നിയായി ലഭിച്ചത്. ബാല്യകാലത്തിൽ തന്നെ ചെമ്പുപാത്രത്തിൽ ഗംഗാജലവും തുളസിയും വെച്ച് രാമൻ എന്നെ സമർപ്പിച്ചത് എന്തിനാണ്? രാമനൊഴികെ എനിക്ക് മറ്റാരുമില്ല. രാപ്പകൽ രാമനെയോർത്ത് വിലപിച്ചുകൊണ്ട് തന്നെ ഞാൻ പ്രാണൻ വെടിയും. ഇതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. തോഴി, ആയുധമൊക്കെ താഴെയിടൂ. ഒരു പ്രാവശ്യം രാമനാമം ജപിക്കൂ. സീതാദേവിയുടെ ധൈര്യം കണ്ടും കരച്ചിൽ കണ്ടും ദാസികൾക്ക് ഭയമായി. അവരുടെ കണ്ണുകൾ ഉറക്കത്തിലേക്ക് താണു. ത്രിജട രാത്രി കുറേയായപ്പോൾ സ്വപ്നം കണ്ടുണർന്നു. ഭൃത്യകളെയെല്ലാം അടുത്തു വിളിച്ചിട്ട് സ്വപ്നത്തെ പറ്റി പറഞ്ഞു. ത്രിജട രാക്ഷസി രാത്രി ഉണരാറില്ല. അന്ന് സ്വപ്നം കണ്ട് ഉണർന്നുപോയി. സീതയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന രാക്ഷസിമാരെ വിളിച്ചു പറഞ്ഞു, സീത രാമന്റെ കാമിനിയാണ്. സീതയെ ഉപദ്രവിക്കുന്നവർ സ്വയം കൊല്ലുകയാണ്. സീതയുടെ ദുഃഖം അവസാനിക്കാറായി. സ്വപ്നത്തിൽ കണ്ട വിവരം അറിയാൻ എല്ലാവരും വരിക. സീത ഒഴികെ എല്ലാവരും ത്രിജടയുടെ ചുറ്റും വന്നിരുന്നു. ത്രിജട പറഞ്ഞു, പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഒരു മർക്കടൻ ഇവിടെ വന്നു. അവൻ ഒരു ചാൺ വലുപ്പത്തിലാണ് ആദ്യം വന്നത്. സീതയെ പ്രണമിച്ച് കഴിഞ്ഞ് ഭീമാകാരമായി ആരാമം നശിപ്പിച്ച് അക്ഷകുമാരനെ വധിച്ചു. ലങ്കാപുരി മുഴുവൻ തീയിട്ട് ചുട്ടു ചാമ്പലാക്കി. ചുവന്ന പട്ടണിഞ്ഞ് ഒരു കാളിയെപ്പോലെ ഒരു വൃദ്ധ രാവണന്റെ കഴുത്തിൽ വാളു താഴ്ത്തി. കുംഭകർണനെയും ആ വൃദ്ധ വധിച്ചു. ലങ്കാപുരം ചുട്ട കുരങ്ങൻ രാക്ഷസന്മാരെ എല്ലാവരെയും വധിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും അമ്പും വില്ലുമേന്തി വന്നു സീതാദേവിയെ മോചിപ്പിച്ചു. പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. ഞാൻ കണ്ട സ്വപ്നം വിദ്യയല്ല. ലങ്കയ്ക്ക് എന്തോ അത്യാപത്ത് വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ത്രിജട ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങി. ശിംശിബ വൃക്ഷച്ചൂട്ടിൽ സീത അപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ത്രിജട പറഞ്ഞത് കേട്ടുകൊണ്ട് മരത്തിലിരുന്ന ഹനുമാൻ ചിരിച്ചു. ത്രിജടയുടെ സ്വപ്നം ഇന്ന് തന്നെ സത്യമാക്കി കൊടുക്കാം എന്ന്
തീരുമാനിച്ചു. വിഭീഷണ പത്നി സരമ ഗുണവതിയായ ഒരു രാക്ഷസിയായിരുന്നു. സീതയോട് പരമപ്രീതിയായിരുന്നു. സീതയ്ക്ക് ദുഃഖം പങ്കുവയ്ക്കാൻ സഹോദരിയായി ലങ്കയിലുണ്ടായിരുന്നത് സരമ മാത്രം. രണ്ടുപേരും ദുഃഖങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞിരുന്നു. സീതയുടെ ദുഃഖകഥ കേട്ട് സരമ സ്വാന്തനം നൽകി. സീത പറയും, സരമേ പറയൂ തോഴി, ഞാനിനി എന്ന് ശ്രീരാമചരണങ്ങൾ കാണും? ശ്രീരാമനോടൊത്ത് അയോധ്യയിലേക്ക് എന്ന് എനിക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടാകും? എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മണനെ എനിക്ക് എന്ന് കാണാൻ കഴിയും? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ തലയിൽ എന്തുകൊണ്ടാണ് ഈ വിധം ഭഗവാൻ എഴുതി വിട്ടത്? ഞാൻ ആർക്കും അഹിതം ചെയ്തിട്ടില്ല, ഹിതമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എന്തേ എനിക്കിങ്ങനെ ഒരു ദൗർഭാഗ്യദശ വന്നുകൂടിയത്? ദുഃഖത്തിനുമേൽ ദുഃഖം തന്നെയും സുഖത്തിനുമേൽ സുഖം തന്നെയും എന്നാണ് ലോകനിയമം. രാമനും സീതയും രണ്ടല്ല, ഒരേ ഒരു വസ്തു തന്നെ. എന്നാൽ ദാരുണമായ വിധി ഞങ്ങളെ വേർപെടുത്തി. ഞങ്ങളുടെ ഇടയിൽ കഴുത്തിൽ കിടക്കുന്ന ഒരു മുത്തുമാല ഉണ്ടാക്കുന്ന അകലം പോലും ഞങ്ങൾക്ക് താങ്ങാൻ വയ്യായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഈ വിധമൊക്കെ സംഭവിച്ചത്. ഈ വിധമെല്ലാം പറഞ്ഞ് സീതാദേവി വിലപിച്ചു. സരമ സീതാദേവിയെ സമാധാനിപ്പിച്ചു. പരമകാരുണ്യവാനായ രാമൻ നാരായണനാണെന്നും സീത ലക്ഷ്മി ദേവിയാണെന്നും ത്രിഭുവനങ്ങളിലുള്ള എല്ലാവർക്കും അറിയാം. ലക്ഷ്മിയും നാരായണനും രണ്ടായി പിരിയുകയില്ല. വൈകാതെ നിങ്ങൾ ഒന്നിച്ചു ചേരും. കാലം പൂർണ്ണമായാൽ ഫലസിദ്ധി ഉണ്ടാകും. കാലപൂർത്തി വരെ ഫലോദയം ഉണ്ടാവുകയില്ല. പൗരുഷവും സത്യവും ചേർന്നതാണ് ഭാഗ്യം. എന്നാൽ ആ രണ്ടും മാത്രം പോരാ, അനുകൂലമായ കാലവും കൂടി വന്നു ചേരണം. ഇത് മൂന്നും ചേരുന്നതാണ് ഫലസിദ്ധി. നീ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും ഓരോ തീക്കട്ടയാണ്. ആ അഗ്നി ലങ്കാപുരിയെ ചാമ്പലാക്കും. സീത, മനസ്സിൽ നല്ലവണ്ണം വിചാരിച്ചുകൊള്ളൂ. കാലം അധികവും കഴിഞ്ഞു. കഷ്ടതയുടെ കാലം ഇനി അല്പമേ ഉള്ളൂ. സരമയുടെ വാക്ക് കേട്ട് കരച്ചിലടക്കി സീതാദേവി സരമയോട് പറഞ്ഞു, സരമേ, ഞാൻ രമയാണ്. നീ രമയോട് കൂടിയവളും. നിന്റെ നാമം ഞാൻ നിമിത്തം അനശ്വരമാകും. നിന്റെ മാതാപിതാക്കൾ സുഹൃതശാലികളാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹനുമാൻ മരത്തിനു മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. സുന്ദരകാണ്ഡത്തിലെ ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. എല്ലാവരും നാമം ചൊല്ലണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ രാമായണം എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കേൾക്കണം. ഹരേ കൃഷ്ണ.